ഹലോ, നമ്മളിന്നേ ടൗണിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടം തൊട്ട് തുടങ്ങുക ഇതുപോലെ ഉണ്ട്. ഇതൊരു മാളിൻ്റെ മണ്ടയിലുള്ളൊരു പാർക്കിംഗ് കേട്ടോ. അത് പിന്നെ അടിയിലും പാർക്കിംഗ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് പറയുന്നത് അടിയിട്ട് നമുക്കിതിനകത്തേക്ക് പോകാം. ഇന്ന് സൺഡേ ആണ്. രാവിലെ തൊട്ട് ഇന്നലെ തൊട്ട് മഴയുണ്ട്. ഇന്നലെയും മഴയായിരുന്നു. ഇന്നലെ കാര്യമായിട്ടൊന്നും പെയ്തില്ല പറഞ്ഞിട്ട്. ഇന്ന് രാവിലെ തന്നെ കഴിഞ്ഞ മഴയാണ്. എന്തായാലും ഇതിനുള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ആൾക്കാരുണ്ടാകാനുള്ള ചാൻസ് തിരക്ക് കുറവാണ്. ആൾക്കാരൊക്കെ ഉണ്ടാവും. ഷൂവിൻ്റെ അടിയിൽ വെള്ളം നനഞ്ഞിട്ടേ നടക്കുമ്പോൾ സൗണ്ട് ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ 2 വീഡിയോ കഴിഞ്ഞിട്ടേ എന്നോട് 1-2 ആൾക്കാർ പറഞ്ഞത്, ആകെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ, പറഞ്ഞത് സൗണ്ട് കുറവെന്നാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ മൈക്കൊന്നുമില്ല കേട്ടോ. ഒരു നേരം എന്തോ വെളുത്തപ്പോൾ തുടങ്ങിയ ഭ്രാന്തിൻ്റെ മുകളിൽ തുടങ്ങിയ പരിപാടിയാണ് പറഞ്ഞത്. കാരണം മൈക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചുമ്മാ ഒരു മൊബൈലും വെച്ച് പോകുന്ന വഴി കൂടെ കാണുന്നത് ഇങ്ങനെ പറയുന്നു, ഇടുന്നു. ഇവിടെ ഒരു ഷോപ്പുണ്ട്, ഞാനെപ്പോൾ വരുമ്പോഴേക്കും നോക്കും. കാണാൻ നല്ല രസമാണ്. മൊത്തത്തിൽ സ്ലോവാക്കി മഴ കേട്ടോ. വേണ്ട ചാളുകളും സാധനങ്ങളും ഒക്കെ ഇട്ട് അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ പരിപാടികൾ തുടങ്ങണം കേട്ടോ. നമ്മളിവിടെ വന്ന് മാളിൽ ഓൾഡ് ടൗണിൻ്റെ ഉള്ളിലിരിക്കുന്ന എംബസിലേക്ക് അടുത്തായിട്ടിരിക്കുന്ന മാളിലാണ്. അതേ മാളാവുന്നു. ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇവിടെ. ഈ വഴിയും കയറി വരാം, അടിയിൽ കൂടിയും കയറി പോകാം. അത് നമ്മളെന്നിട്ട് ഇവിടെ വന്ന് നോക്കിയതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റും. കാണുമ്പോൾ അങ്ങോട്ട് പോകും, ഇങ്ങോട്ടും പോകും. ഇതിൻ്റെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ ഇന്ത്യൻ എംബസി ഇരിക്കുന്നത്. ഇന്ത്യയുടെ നല്ലൊരു വ്യൂ നന്നായിട്ടില്ലേ? ശരിട്ടാ. കുറേ വേറെ സ്ഥലത്തേക്ക് പോയിട്ടോ. ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ പഴയ രൂപത്തിലുള്ള കുറച്ച് ബിൽഡിങ്ങുകൾ, അപ്പോൾ അത് കണ്ടപ്പോൾ നിർത്തിയതാണ്. ഇതൊക്കെ ഇനി ഇവർ റീകൺസ്ട്രക്റ്റ് ചെയ്യുമായിരിക്കും. ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളൊക്കെ അപ്പുറത്തൊക്കെ റീകൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട്. മേ ബി അങ്ങപ്പുറം കാണുന്നത് കുറച്ച് കാലം മുന്നേ ചെയ്താൽ തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട്. ഇതൊക്കെ കണ്ടോ, പണ്ടത്തെ കേട്ടോ. അതൊക്കെ എന്നെ കൂടുതലേ വണ്ടർ അടിപ്പിച്ച് ഇവിടുത്തെ ബിൽഡിങ്ങുകളാട്ടോ. കുറച്ച് കാലം പഠിക്കാനൊക്കെ പോയതുകൊണ്ടായിരിക്കണം, അതിൻ്റെ പുറകെ നടന്നുകൊണ്ടായിരിക്കണം ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ പണ്ട് ഡിസൈൻ ചെയ്ത് വെച്ചതല്ലേ ഇത്. ഇതെങ്ങനെയൊക്കെ പണിതുണ്ടാക്കി എന്നുള്ളതാണ് എനിക്ക് വണ്ടറാവുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതുവഴി ഇങ്ങനെ പോവായിരുന്നേ. ഇതിനപ്പുറത്ത് ഒരു റെയിൽവേ ട്രാക്കുണ്ട്. അതിന് മുകളിൽ പുതിയ കുറച്ച് അപ്പാർട്ട്മെൻറ്റുകളുണ്ട്. നമ്മളവിടെ പോവാറുണ്ട്. പോകുമ്പോൾ കാണിച്ചു തരാം. അതിനകത്തേക്ക് പോകാൻ സ്ഥലം വഴിയൊക്കെ ഉണ്ട്. അത് കൃഷികളൊക്കെ നടന്നതാണ്. ചെറിയ രീതിക്ക് ഈ വീടുകളിൽ തൊട്ടപ്പുറത്ത് ഒരു 1/2 കിലോമീറ്ററിനപ്പുറത്ത് നമ്മുടെ ടൗണും മെയിൻ റെയിൽവേ സ്റ്റേഷനൊക്കെ. അപ്പോൾ ഞാനിവിടെ ഒരാളെ കണ്ടു. ജസ്റ്റ് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം, അങ്ങനെ നിർത്തിയതാണ്. നോക്കിയേ, എൻ്റെ പേരെന്താ? അങ്ങനെ പേരെനിക്ക് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതറിയുന്നവരാരും ഉണ്ടെങ്കിൽ കാണുമ്പോൾ നോക്കിയൊരു 3 ഡോറ് ഇതുപോലെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. സ്ലോവാക്കിയതെന്നല്ല, യൂറോപ്പിലൊക്കെ കാണാൻ പറ്റും. ഇത് റണ്ണിങ് കണ്ടീഷനിലാവും. നമ്മളിത് കാണിക്കാൻ വേണ്ടിയിട്ടേ ഇവിടെ പുല്ലിൻ്റെ ഉള്ളിൽ കയറി നിന്നപ്പോൾ
ഇതിൻ്റെ ഉള്ളൊരാൾ നൈസായിട്ട് കടന്നുറങ്ങുന്നുണ്ട്. എന്ത് ചെയ്യാനോ എന്തോ ഉണ്ടോ. ഹായ് സുന്ദരിയായിട്ടുണ്ട് കേട്ടാ. ഉറങ്ങി അവിടെ കിടക്കുവാണ്, നമ്മൾ ഡിസ്റ്റർബിങ്ങില്ല. കൊള്ളാമല്ലേ. ഇവിടെ വർക്കിംഗ് കണ്ടീഷൻ കേട്ടോ. അത് ഓടുന്ന വണ്ടിയാണ് തോന്നുന്നത്. ആരെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതൽ നമ്മളിവിടുന്ന് കലാപരിപാടികൾ നടത്തുന്നില്ല. കടാവുക. ഓക്കെ, നമ്മളടുത്തൊരു സ്ട്രീറ്റിൽ വന്നതാണ്. നല്ല അതേപോലെ തന്നെ മുന്നേ കാണിച്ച പോലെ നല്ല ചന്തമുള്ള നല്ല പഴയ ബിൽഡിങ്ങുകളായിട്ടാണ്. നാനാമ്പറ്റം പോലെ സ്ട്രീറ്റിലേക്ക് കുത്തി വരച്ച് വെച്ചിട്ടുണ്ട്. ആ കുത്തി വരയ്ക്കാൻ കിട്ടുന്ന സാധനങ്ങളുള്ള ഷോപ്പാണ് കേട്ടോ അത്. അതുകൊണ്ടായിരിക്കണം അതിൻ്റെ പുറത്ത് ഇങ്ങനെ കുത്തി വരച്ച് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നോക്കിയിട്ട് പുറത്തടി ഉണ്ട്. കൊള്ളാം, രസമുണ്ട് കാണാൻ. മേ ബി ബിൽഡിങ്ങുകളൊക്കെ ഇനി റീകൺസ്ട്രക്റ്റ് ചെയ്യുമായിരിക്കും കുറച്ച് കഴിഞ്ഞിട്ട്. അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം അങ്ങ് അവിടെ കണ്ടോ, അവിടെയൊക്കെയാണത്. അതിന് ഇഷ്ടിക വെച്ചിട്ടാണ് കെട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഒക്കെ പ്രീ കാസ്റ്റ് വെച്ചിട്ടൊക്കെ ചെയ്യുന്നത് കാണുന്നത് കേട്ടോ പുതിയ ബിൽഡിങ്ങുകൾ. എന്തായാലും നമ്മൾ ഇപ്പോൾ ഇവിടെ 12:30 മണി കഴിഞ്ഞു. കാലത്ത് ഇറങ്ങിയപ്പോൾ തൊട്ട് നല്ല തണുപ്പും മഴയും ഒക്കെ ഉണ്ട്. നല്ല മഴയില്ല, മഴ അപ്പോഴപ്പോഴായിട്ട് കുഞ്ഞായി ചാറുന്നേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ചാറിയാൽ ഇവിടെ തണുപ്പുണ്ടാവും. അങ്ങനെ ഇന്നലെ രാത്രിയൊക്കെ മഴ പെയ്താൽ മൊത്തത്തിൽ തണുത്ത് കിടക്കുകയാണ്. പിന്നെ കുഞ്ഞ് കാറ്റടിക്കുന്നുണ്ട്, തണുപ്പ്. അപ്പോൾ നോക്കിയേ, നമുക്കിവിടെ വന്നതാണ് ഒരു സ്ട്രീറ്റായിട്ടോ. ഒരു വശത്ത് ഒരു കാര്യമുണ്ടോ നമുക്ക് കാണാം. പിന്നെ ഈ വശം നോക്കി ഇല്ലയോ, തോന്നില്ലേ എന്താ അങ്ങനെ. വരുമ്പോൾ പള്ളിയുടെ വ്യൂ കണ്ടപ്പോൾ നിർത്തിയതാണ്. പക്ഷെ എന്തോ സൂപ്പറായിട്ടുണ്ട്. എനിക്കാണ് രസമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഉണ്ടാവും. ഞാൻ സത്യം പറഞ്ഞ 2-3 വർഷമൊക്കെ ആവാറായിരുന്നു പണ്ട് കാലത്ത്. കണ്ടിട്ടൊന്നുമില്ല. നാട്ടിൽ കഴിഞ്ഞ് കുറേ ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് എനിക്ക് ഇത്ര ഭംഗി തോന്നിയില്ല. ഇപ്പം എന്തോ ചുമ്മായിരിക്കുമല്ലോ തോന്നാതിരിക്കുന്നത്. പിള്ളേരെ പറഞ്ഞിട്ടേ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ സാധനം കേട്ടോ. നമ്മുടെ പഴയ പിന്നെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ പഴയ കുറേ ട്രെയിനുകളുണ്ട്. അങ്ങനെ ട്രെയിനുകളും പറയുന്നുണ്ട്. അങ്ങനത്തെ മഴ പെയ്തിട്ടുണ്ട് രാവിലെ. ഇപ്പം ചെറുതായിട്ട് സൂര്യനെ കുഴിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബസ് നന്നായിട്ട് കാണിക്കാം അടുത്ത പിള്ളേരൊക്കെ. ഇപ്പോൾ ഒരു ബോണസ് കിട്ടിയതാണ്. നോക്കി അപ്പോൾ നമ്മളവിടെ കേട്ടോ മാളാണ്, യൂറോപ്യൻ മാൾ. ഇതിപ്പോൾ പണി നടക്കും. പണി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ ഒരു 7-3 കണ്ടുണ്ടാവും. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇവിടെ വന്ന സംഭവമില്ല. അവിടെ നിന്ന് 2-3 സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ കല്യാണം എന്താ പറയുക, ഇത് വേറെ സംഭവമാണ്. പുതിയ ടൈപ്പ് മാളാണ്. ഈ കാലത്ത് പോയിട്ട് പഴയ മാളാണ് കേട്ടോ. അതൊക്കെ പറയാൻ വിട്ടുപോയി. രാവിലെ അലമ്പി ഒക്കെയാണ്.
ആയിക്കോട്ടെ. എങ്ങനെയുണ്ട്? രസമില്ലേ? ഞായറാഴ്ച ആയ കാരണം ആൾക്കാരൊന്നുമില്ല. കാലത്ത് ചിലപ്പോൾ പിള്ളേർ സെറ്റൊക്കെ കൂടെ ഡാൻസ് കളിക്കാറൊക്കെ മറ്റൊക്കെ. അപ്പോൾ ശരി, നമ്മളിതിൻ്റെ അടുത്തേക്ക് പോകാട്ടോ. ഞായറാഴ്ചയാണ്, സൺഡേ അല്ലേ? സൺഡേ ആണല്ലോ ഞായറാഴ്ച. അന്നാണ് ഇന്ന്. പൊതുവേ ദിവസം ഇവിടെ തിരക്ക് കുറവായിരിക്കും കേട്ടോ. ഇപ്പോൾ ഈ ക്ലൈമറ്റിന് നന്നായി വന്ന ദിവസങ്ങളിലൊക്കെ സൺഡേ ആളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഒരു സാധനങ്ങളൊക്കെ അത് കിട്ടും. കേട്ടോ എൻ്റെ ഗവൺമെൻറ് എന്നോട് ആരും പറയില്ല. ഓൺലൈൻ ഷോപ്പാണ്. നമ്മൾക്ക് ഈ എസ്കലേറ്റർ വഴി മുകളിലേക്ക് പോകണം കയറിയിട്ട്. അങ്ങനെ കുറേ കടകളും കുറേ സംവിധാനങ്ങളും ഒക്കെയാണ്. ഈ ഫോറൂർക്ക് താഴെ സൂപ്പർ മാർക്കറ്റുണ്ട്. സൂപ്പർ മാർക്കറ്റുണ്ട്. ആ ഫ്ലോറിൽ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. കടകളുണ്ട്. ഷോപ്പിംഗ് ബസ്സിൽ എന്താ അതന്നെ. അങ്ങനെ ഇത് കയറി മണ്ടേ പോയി. അവിടെ കുറേ ഹോട്ടലുകളാണ് ഈ വഴിക്ക്. അവിടേക്കാണ് നമ്മൾ പോണത്. ഫ്ലോറിൽ മുഴുവൻ കുറേ കടകൾ വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തന്നെ കയറുന്ന കോണി കയറിയത് ഒരു ചെറുത് നോക്കി ഇവിടെ മണ്ടയിലെത്തി. ഓരോ കടകളും അവർ പല രീതിയിലാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഡൈനിങ് പല ഏരിയകളിലും പലതരത്തിൽ കൊടുക്കുന്നുണ്ട്. അവൻ്റെ കണ കൊണ്ട് വന്നിരിക്കുകയാണെന്ന് പറയരുത്. എന്തായാലും ഇപ്പോൾ നമ്മൾ തുടങ്ങിയല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടല്ലേ വീട്ടിൽ. ഇവിടെ ഒരു വണ്ടി ഉണ്ട്. ഇപ്പം ഒരു ഫിലിപ്പിനോ ഷോപ്പാണ്. ഐ തിങ്ക് ഒന്ന് അടച്ചു കിടക്ക് തുറന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന വണ്ടി കേട്ടോ. ഓക്കെ, ഇപ്പോൾ എത്രാമത്തെ ഫ്ലോറാണ് എനിക്ക് ഓർമ്മയില്ല. രണ്ടാമത്തെ ഒന്നാമത്തെ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൊടുന്ന് വെച്ചിരിക്കുന്നത് ഒക്കെ ഇല്ലേ. അങ്ങനെ ഇവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു കടയൊക്കെ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണത്. ഇങ്ങനെ സ്ഥലത്തേക്കാണ് വന്നത്. ഇന്നത്തെ വീട്ടിൽ പറഞ്ഞില്ലേ, ധനൂപിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള ആണ് ഈ ടൗൺ കിടക്കുന്നത്. അപ്പുറമായിട്ട് ഇപ്പോൾ ധനൂപ് എന്താണെന്നുള്ളത് നമ്മൾ ആ വഴി പോകുമ്പോൾ കാണാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഇങ്ങനത്തെ പോലെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനായിട്ട് പോകാം. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ കുറേ റെസിഡൻഷ്യൽ ഏരിയകളാണ്. ഇതേപോലെ വേറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. റെസിഡൻഷ്യൽ ഏരിയ ഈ പുഴയുടെ അപ്പുറത്താണ് കൂടുതൽ നമുക്ക് കാണാനുണ്ട്. ഇവിടെ കാണാൻ ഇല്ല എന്നല്ല പറഞ്ഞ്, ഇവിടെ ഉണ്ട്, ആളവിടെ ഇല്ല. അത് നമുക്ക് ഇവിടെ ഉള്ളതൊക്കെ ആ വഴിക്കിനെ പോകുമ്പോൾ നമ്മൾ തുടക്കം എല്ലായിടത്തും കൂടെ എല്ലാം പോകുമ്പോൾ കൊട്ടി ചോദിക്കാൻ നമുക്ക്. അപ്പോൾ ഓക്കെ, എന്തായാലും നമ്മളത് പാലത്തിൻ്റെ അപ്പുറത്തേക്ക് തന്നെ പോകണം കേട്ടോ. വാർത്ത വന്ന മാളിൽ തന്നെ ആയിട്ടോ ഉള്ളത്. ഇവിടെ തന്നെ വന്നേ. അതുകൊണ്ട് കൂടുതൽ കഥാപ്രസംഗത്തിന് നിൽക്കണില്ല. ഈ വഴി പുറത്തേക്ക് പോകണം നമുക്ക്. ഇതിൻ്റെ ഇങ്ങോട്ട് പോകാനാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കളർഫുള്ളായിട്ടുള്ള 2-3 ഉണ്ടകളുണ്ട്. നമുക്കത് കാണിക്കാം. ഓക്കെ, ഇതാണ് ആ ഉണ്ട. ഇവിടെ നമുക്കിങ്ങനെ ഇരിക്കാം. നമ്മൾ വന്നിരിക്കാറുണ്ട് ഇവിടെ. അതൊരു ബ്രിഡ്ജ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ധനൂപ്. സത്യത്തിൽ ഇത് പറഞ്ഞു വെക്കുന്നേ ഉള്ളൂ. ഇതങ്ങനെ ഇവിടെ തൊട്ട് അവിടം വരേക്ക് കാണിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഇന്ന് എല്ലാവരും കാണുമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ദിവസം ഞാൻ എഫേർട്ട് എടുത്തിട്ട് വന്നിട്ട് അത് കാണിക്കാം കേട്ടോ. ഇത് നോക്കിയേ, ഇതൊരു പാലമാണ്. ഇതൊരു പാലമാണ്.
കണ്ടോ, ഈ പാലത്തിൻ്റെ അപ്പുറത്ത് കൂടെ വേറൊരു പാലമുണ്ട്. ഇവിടെ ഒരു പാലേ കാണാറുള്ളൂ കേട്ടോ. അതിലെന്നറിയില്ല, അങ്ങനെ കാണുന്ന ഒരു പാലമാണ്. ഓക്കെ, അതിൻ്റെ അപ്പുറത്ത് മുകളിലേക്ക് പൊന്തി കാണുന്നത് വേറൊരു പാലമാണ്. അതിൽ മനസ്സിലാവണില്ല, രണ്ടും ഒരുമിച്ചായ കാരണമാണ് തോന്നുന്നു. എന്തായാലും നമ്മളിത് ഇങ്ങപ്പുറം ഇവിടം തൊട്ട് ഇതിൻ്റെ അങ്ങ് അറ്റം വരെ, ഇതിൻ്റെ ഒരു സൈഡിൽ കാണുന്നത് ഈ പറഞ്ഞ യൂറോവിയ എന്ന് പറഞ്ഞിട്ടുള്ള മാളും അതിൻ്റെ ബാക്കി അനുബന്ധ സാധനങ്ങളൊക്കെയാണ്. നമ്മളിത് ആരെങ്കിലും കാണുമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എഫേർട്ട് എടുത്തിട്ട് ഇവിടം തൊട്ട് നമ്മൾ അവിടം വരെ വീഡിയോ ഇടാം കേട്ടോ. ഇപ്പം എന്തായാലും ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇത് ഈ ബോൾ കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, കാരണം ഇത് ധാനൂപ് ഇത് കാണിക്കാനുണ്ട് കേട്ടോ, കാണാനുണ്ട്, നല്ല രസമാണ്. അത് കുറേ ദൂരം അങ്ങനെ സ്ട്രീറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ നടക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. അതിൻ്റെയൊക്കെ സൈഡിൽ കൂടെ ഉള്ളത് ഇപ്പോൾ പുതിയ ബിൽഡിങ് കാണിച്ച് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ കുറേ സാധനങ്ങൾ കാണാനുണ്ട്, കുറേ ദൂരം പോകാനുണ്ട്. പിന്നെ ഒരു 4 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അടുപ്പിച്ച് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സ് കേട്ടോ. ഈ ടോ പറയുന്നത് കുറച്ച് കൂടുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കുറയ്ക്കാൻ ശ്രമിക്കാം, പിന്നെ ഹാബിറ്റാവും, എനിക്കെന്നെ അറിയാം. അപ്പോൾ ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് വിട്ടു വന്നപ്പോൾ 4 കിലോമീറ്റർ അടുപ്പിച്ച് ഇങ്ങോട്ട് മാറി വന്നപ്പോഴുള്ള രൂപമാണ്. പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നതെല്ലാം ഈ മോഡലിലാണ്. പഴയ രീതിക്കുള്ളതൊക്കെ അതിനങ്ങനെ തന്നെ റീകൺസ്ട്രക്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചപ്പോൾ ഒരെണ്ണം കാണിച്ചില്ലേ, റീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നാട്ടിൽ പോകുമ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നു, തിരിച്ചു വന്നപ്പോൾ അതിന് റീകൺസ്ട്രക്ട് ചെയ്യാൻ. അപ്പോൾ ഒക്കെ ഇവിടെ വേറെ ഒന്നും കാണാനൊന്നുമില്ല, ഇതൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ വന്ന് നമ്മൾ ഇതേപോലുള്ള സ്ഥലത്ത് വന്നു കേട്ടോ. ഇപ്പോഴേക്ക് വീടുകളാണിത്. അവർ വീടിൻ്റെ പുറകിൽ അടുക്കളത്തോട്ടം പോലെ ഉള്ള കൃഷികളാണ്. അന്ന് മുന്തിരിയാണ്. അങ്ങനെ അവർക്ക് ആവശ്യമുള്ള മുന്തിരി ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. കായില്ലാത്ത കാരണം മുഴുവൻ എന്താണെന്ന് നമുക്കറിയില്ല. മുന്തിരി തന്നെ കണ്ടാൽ മനസ്സിലാവും. പിയറുണ്ട്, ആപ്പിളുണ്ട്. ഈ നിൽക്കുന്ന ആപ്പിൾ മരമാണ്, അത് പിയറാണ്. പിന്നെന്താ ഉള്ളത്, അങ്ങനെ ഒരു കുഞ്ഞു വീടും ഒരു പുറകോശമാണിത്. അങ്ങനെ തന്നെയുള്ള ഇവിടുന്ന് അതുവരെയും കുറേ ദൂരം അങ്ങോട്ടും, ഈ വന്ന വഴി കുറേ ദൂരം അങ്ങോട്ടും. ഇവിടെ നല്ല റോസാ പുഷ്പങ്ങളൊക്കെ ഉണ്ട് ഈ വീട്ടിൽ. ഈ വീട് നോക്കി, ഇങ്ങനെ ഒരു ഏരിയയിൽ വന്നിരിക്കുക കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഞാൻ അതിന് മുമ്പിൽ വന്നിട്ടുണ്ട്. അന്ന് ഞാനിവിടെ വരുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഈ സിമൻ്റൊന്നുമില്ല, ഇതേപോലെ മണ്ണായി കിടക്കും കേട്ടോ. ഇപ്പോൾ വന്നപ്പോഴേക്കും ഇങ്ങനെ സിമൻ്റൊക്കെ ആയിട്ടുണ്ട്. അങ്ങോട്ട് നോക്കി അതിൻ്റെ ആ സൈഡൊക്കെ ആ വീട് എന്ത് രസമായിരിക്കില്ല അവിടെ ഇരിക്കാൻ. ഓക്കെ, അത് സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. ഹൈവേ കൂടെ അതിനപ്പുറത്ത് ആ സൈഡിൽ ഹൈവേ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഭയങ്കര കാമാൻ ക്വയറ്റായിട്ട് ഉള്ള സ്ഥലം. അപ്പോൾ എങ്ങനെയുണ്ട്? സ്ഥലത്ത് പോയിട്ട് വരിക നടന്നു. അവിടെ കാണുന്ന ടൗണിൽ നിന്നാണ് വന്നത്. ആ കാണുന്ന ടൗണിൽ നിന്ന് ഔട്ടറായ കാരണം അവിടെ ഒരു മാങ്ങാണ്ടി ഇല്ലാത്ത കാരണം ഇങ്ങനെ പോകുന്ന കേട്ടോ. അപ്പോൾ വന്നപ്പോൾ റെയിൽ ക്രോസ് അടച്ചിറങ്ങുന്നുണ്ട്. ഇത് പോകാൻ നടക്കും, അല്ല അത് പോകാനത് അടച്ചല്ലേ പറ്റുള്ളൂല്ലേ. എന്തായാലും അറിയോടെ നൈസ് വണ്ടി അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓക്കെ, അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ഇപ്പുറത്ത് വന്നതാട്ടോ. ഇത് കൂടെ പോണത് ബസ്സാണ്, അതല്ല അതിനപ്പുറത്ത് കൂടെ പോണത് നേരത്തെ കാണിച്ച ധനൂപാണ്. അതാ പറഞ്ഞ് കുറേ ഉണ്ട് സ്ഥലമൊന്നും. അവിടെ നിന്ന് കുറേ നീണ്ടു കിടക്കുവാണ്. ഇതൊക്കെ പുതിയ ബിൽഡിങ്ങുകളാട്ടോ. ഇതൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് വന്നതാണ്. ഇതേ ഇങ്ങനൊരു ചെറിയൊരു സ്ട്രീറ്റാണ് ഇത്. ഞങ്ങളുടെയൊക്കെ അവിടെ ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ കാണുന്നത് അത് പുതുതായിട്ട് വന്നൊരു ബിൽഡിങ് കേട്ടോ. അവിടുന്ന് സാധനം റെഡ് സാധനം വരുന്നുണ്ട്, നൈസായിട്ടോ കാണാൻ. ആ ബിൽഡിങ് പുതുതായി തോന്നുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ പോകുമ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുക. നാട്ടിൽ വന്നപ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഓപ്പണായിട്ട്. ഓക്കെ, ഒരൈറ്റം
നമുക്ക് കിട്ടിയ ബോണസാണ്. വലിയ പുള്ളിക്കാരൻ നമുക്ക് തംസപ്പ് തന്നിട്ടുണ്ട്, അപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നണം. മോഡൽ നോക്കി പൊളി. വളരെ അപ്പോൾ ഇങ്ങനൊരു സ്ഥലത്താണ് വന്നത്. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ കണ്ടോ, സ്ഥലത്തിൻ്റെ പേര് സുസ്കോവ എന്തൊക്കെ കേട്ടോ. ഇനി ബിൽഡിങ്ങിൻ്റെ പേര് എന്ത് കറക്റ്റ് പേരാണെന്ന് എനിക്കറിയില്ല. ഇനി ഞാനത് പറഞ്ഞിട്ട് അത് തെറ്റാവണ്ടെന്ന് ഓർത്തിട്ടാണ് പറയണത്. ഇതൊക്കെ പുതിയതായിട്ട് റീകൺസ്ട്രക്ട് ചെയ്താണ്, പുതുത് പണിതാണ്. നമ്മൾ കാണുമ്പോൾ തൊട്ട് ഇങ്ങനെയാണ് ഇത് കാണുന്നത്. പക്ഷെ അതെനിക്കറിയാം, ആ ബിൽഡിങ് പുതുത് പണിതാണ്. അവിടെ ഞാൻ വന്നതിന് ശേഷമാണ് പണി തുടങ്ങിയത്. അപ്പോൾ ഇതങ്ങനെ കുറേ ദൂരമുണ്ട്. ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാസ്റ്റിലൊക്കെയാണ്. ആ വഴിക്ക് നമുക്ക് പോകാട്ടോ. അപ്പോൾ ഈ ബിൽഡിംഗ് ആട്ടോ പറഞ്ഞേ, ഇത് ഞാൻ പോകുന്നതിൻ്റെ മുമ്പ് പണി നടക്കുമായിരുന്നു. ഈ ഒരു ഏരിയ, ഈ ബിൽഡിങ്ങൊക്കെ അതൊക്കെ ഇപ്പോൾ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെയൊക്കെ എമ്മയുടെ ഷോപ്പൊക്കെ തുറന്നിട്ടുണ്ട്. കൊട്ടരാവിനെയാണ് ഇതൊക്കെ പുതുതായിട്ട് വന്ന കേട്ടോ. അതിൻ്റെ മുകളിൽ കാണുന്നത് കേട്ടോ, അതാ കാണുന്നത്, അത് നമ്മുടെ കാസ്റ്റിലിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അതൊക്കെ ഒരുപാട് കഴിഞ്ഞുള്ള കാണാനുണ്ട്. ഇതാരെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോയിട്ട് കാണുവന്നുണ്ടെങ്കിൽ നമുക്ക് പോകാം കേട്ടോ. അല്ലെങ്കിലും പോവും. ഞാൻ അതിൽ കുറേ പോയിട്ടൊക്കെ ഉണ്ട് അവിടെ, അപ്പോൾ അങ്ങനെ പറയണേ. അപ്പോൾ നോക്കി, പുതുതായിട്ട് വരുന്നതൊക്കെ ഇങ്ങനെയാണ്. രസമില്ലേ? എല്ലാത്തിനും ഒരു സംതിങ് എന്തോ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അവിടുന്ന് വന്നേ, വരുമ്പോൾ ഇത് കണ്ടപ്പോൾ നിർത്തി കേട്ടോ. ആക്ച്വലി ഇന്ന് ലൈറ്റില്ല കേട്ടോ, ഇപ്പോഴൊക്കെ ലൈറ്റൊക്കെ പോയി. പക്ഷേ എങ്കിലും എടുക്കുന്നുണ്ട്. ഇനിയും ലൈറ്റ് പോവും, സമയമായിട്ടില്ല പോകാനുള്ളത്. പക്ഷേ മഴക്കാറ് മൂടിയ പോലത്തെ അന്തരീക്ഷം നിൽക്കൊണ്ടാണ് ലൈറ്റ് പോകണേ. ഇതൊരു കഫേയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് സൈഡിലേക്ക് വെച്ചിട്ടുള്ളൊരു വ്യൂ കേട്ടോ. അത് അപ്പുറത്ത് കാണുന്നത് ധനൂപാണ്, കാണാം. കണ്ട അങ്ങനെ ഇരിക്കുന്നത് ഒന്നുമില്ലേ, പുല്ലാണ്, ഒരുതരം പുല്ലാണെന്ന് ഞാൻ ഇപ്പുറത്തെ സൈഡ് വന്നപ്പോൾ ഇങ്ങനെയുള്ള ബിൽഡിംഗ് കേട്ടോ. അവിടെ കുറച്ച് പഴയൊരു ബിൽഡിംഗ് ഉണ്ട്. ഇതാ കാണുന്നത് ഒരു പഴയ ബിൽഡിങ്ങാണ് ഈ ചെറുത്. ഇതിന് മേലെ കാണുന്നത് ഈ പറഞ്ഞ സ്ഥലം കാസ്റ്റിലിൻ്റെ ഒരു സൈഡായിട്ട് വരും. ഇതാണ് നേരത്തെ കഞ്ച് കഫേ. അതിൻ്റെ പുറകെ വശമാണ് ഇതിന് തൊട്ട് നിൽക്കുന്ന ബിൽഡിങ്. നോക്കി, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്ന് ലൈറ്റ് കുറവാണ്, അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. നാളെ നമുക്ക് ക്ലൈമറ്റ് അടിപൊളിയായിരിക്കുമെന്ന് വിചാരിക്കാം. നമുക്ക് വീണ്ടും എടുത്തിടാം എന്ന് തന്നെ വിചാരിക്കുന്നു. വേണ്ടാന്ന് ആരും പറഞ്ഞില്ല. കണ്ട ആൾക്കാർ ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞു. അപ്പോൾ നമ്മളിത് കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. പരിമിതികളിലും പാകപ്പുഴകളിലും നിന്നിട്ട് നമ്മൾ വീണ്ടും നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ.